السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام فما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. صدق الله العظيم. സൂറ ആലു ഇമ്രാൻ 17 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. 18-19 ആയത്തുകളാണ് ഇവിടെ ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഷഹിദ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഷാഹിദായിരിക്കുന്നു അല്ലാഹു. അന്നഹു തീർച്ചയായിട്ടും അവൻ, ലാ ഇലാഹ ഇലാഹില്ല, ഇല്ലാഹുവ അവനല്ലാതെ, വൽ മലായികതു മലക്കുകൾ, വ ഉലുൽ ഇൽം ഇൽമിന്റെ ആൾക്കാർ, ഇൽമുള്ളവർ, ഖായിമ ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു, വെറുതെ അങ്ങനെ നിൽക്കണ മാത്രല്ല. അഖിമിസ്വലാ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഖാമത്തു സ്വലാത്ത്. അപ്പൊ സ്ഥാപിക്കുക, നിലനിർത്തുക. അപ്പോൾ സ്ഥാപിക്കുന്നവനായി, ബിൽ ഖിസ്ത് നീതി, ലാ ഇലാഹ ഇലാഹില്ല ഇല്ലാ ഹുവ അവനല്ലാതെ, അൽ അസീസ് അൽ അസീസ് പ്രതാപി, അൽ ഹകീം യുക്തിമാൻ. ഇന്ന തീർച്ചയായും അദ്ദീൻ ദീൻ, ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുത്ത്, അൽ ഇസ്ലാം ഇസ്ലാമാണ്. എന്നാ അർത്ഥമൊന്നും പറയണ്ട അല്ലേ, എല്ലാം തന്നെ മനസ്സിലാവും. ടീച്ചറോട് പോയി അല്ലാഹുമ്മശ്ഫി. വമാ ഇഖ്തലഫ ഭിന്നിച്ചിട്ടില്ല, അല്ലദീന ഊത്തു നൽകപ്പെട്ടവർ, അൽ കിതാബ് കിതാബ് തന്നെ, അൽ കിതാബ് തന്നെ, ഇല്ല അല്ലാതെ, മിൻ ബഅദി ശേഷമല്ലാതെ, മാ ജാഅഹും അവർക്ക് വന്നെത്തിയതിൽ. മാ ജാഅഹും അവർക്ക് വന്നെത്തിയതിന്, മിൻ ബഅദി ശേഷം, അൽ ഇൽമ് ബഗയൻ ബൈനഹും അവർക്കിടയിലുള്ള കിടമത്സരം,
അതിക്രമം. വമൻ യക്ഫുർ, ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ, ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, സരീഉൽ ഹിസാബ്, അതിവേഗം വിചാരണ നടത്തുന്നവനാണ്. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. വിശ്വാസികളായ ആളുകള് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരേണമേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെ വിശ്വസിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്വർഗവാസികളായ ആളുകളുടെ സ്വഭാവം അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവർ സ്വബറുള്ളവരാണ്, സത്യസന്ധരാണ്, ഭക്തന്മാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്, രാത്രിയുടെ അവസാന സന്ദർഭത്തിൽ പാപമോചനത്തിനായിട്ട് ദുആ ചെയ്യുന്നവരാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി വലിയ ഒരു കാര്യം, ഒരു തത്വം വേറെ പറയാൻ പോവാണ്. ആ പറയുന്നതിന്റെ ഇടക്ക് ഒരു സാക്ഷ്യപ്പെടുത്തൽ. അതാണ് 18-ാമത്തെ ആയത്ത്. ദൈവം എന്താണ് എന്ന് ചർച്ച പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പലരും അതിന് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പലരും ചിത്രം വരച്ചിട്ടുണ്ട്. ദൈവം, പലരും പലതരത്തിലുള്ള ഇതിഹാസ കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ദൈവം എന്നതിനെ കുറിച്ച് പലരും പാട്ടുപാടിയിട്ടുണ്ട്. ദൈവം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച മനുഷ്യന്മാര് ആവിഷ്കരിച്ച കാര്യങ്ങളാണ് കഥകളും പാട്ടുകളും ചിത്രങ്ങളുമായി പുറത്തു വന്നത്. അപ്പൊ അവിടെയാണ് ആരാണ് അള്ളാഹു എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് പ്രത്യേകത. അള്ളാഹു ആരാണ് എന്ന് വേറെ ആരോ പറയല്ല, അള്ളാഹു താല തന്നെ പറയുന്നു. ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ചോദ്യം. നിങ്ങളൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്നവരല്ലേ? ആണോ അല്ലേ? എന്താ ഒരു അള്ളാഹുൽ വിശ്വസിക്കുന്നവരല്ലേ? ആണ്. അള്ളാഹു ആണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്നല്ലേ നിങ്ങളെ വിശ്വാസം? മൗനം പാലിച്ചിട്ട് എന്നെ തോൽപ്പിക്കരുത്. തോൽപ്പിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തോൽച്ചുതരാം. ഏതോ ഒരു മനുഷ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തൊഴിലിടത്തിൽ നിന്നോ നിങ്ങളുടെ വിനോദ സന്ദർഭങ്ങളിലോ കാര്യമാത്ര പ്രസക്തമായ ഒരു ചർച്ചാവേദിയിലോ വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, ധാരാളക്കണക്കായ ദൈവവിശ്വാസങ്ങളും ദൈവീകമായതെന്ന് പറയപ്പെടുന്ന ആവിഷ്കാരങ്ങളും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങള് യഥാർത്ഥത്തിൽ ഉള്ള ദൈവം അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്നവരല്ലേ എന്നാണ് ചോദ്യം.
യഥാർത്ഥ ദൈവം അള്ളാഹു ആണെന്നല്ലേ നിങ്ങളെ വിശ്വാസം? യഥാർത്ഥമില്ലേ? അള്ളാഹു മാത്രമാണ് ദൈവം. ആ അതൊക്കെ നിങ്ങൾ അതിന്റെ ആയത്ത് വേറെ ഓതിക്കോളി. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ്. അതെ, അപ്പൊ ബഹുദൈവ വിശ്വാസികളുള്ള ഒരു നാട്ടിൽ വെച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നല്ല ആളൊക്കെയാണ്, തരക്കേടില്ല, നിങ്ങൾക്ക് രാജ്യത്തോടുള്ള കൂറൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങൾ നല്ല ഉഷാർ ആൾക്കാരാണെന്നാണ് നമ്മളെ വിശ്വാസം. അങ്ങനെ ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്തോട്ടെ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് നല്ലതേ കരുതുന്നുള്ളൂ. ആ നല്ലത് കരുതുന്ന ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാണ്, എന്തൊക്കെ പറഞ്ഞാലും അള്ളയാണ് ശരിക്കുള്ള ദൈവം എന്നല്ലേ നിങ്ങൾ വിശ്വാസം? എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഫേക്കാണ്. ബാക്കിയുള്ള ആരാധ്യർ, ബാക്കിയുള്ള മതങ്ങളുടെ ദൈവങ്ങൾ, അതൊക്കെ ശരിക്കുള്ള ദൈവമല്ല എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇതില് കുസൃതി ചോദ്യമൊന്നുമല്ല. ഞാൻ എന്തോന്ന് ചോദിച്ച് നിങ്ങളെ വെട്ടിലാക്കാനുള്ള ശ്രമമൊന്നുമല്ല. ആണോ? അല്ലേ? ആണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത എല്ലാം വ്യാജ ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ? എല്ലാവരോടും ഒച്ചടുമ്പോ ഏതോ ഒരു സാധു ഞാൻ അല്ലാത്ത അഭിപ്രായം ഉണ്ടെങ്കിലും ഉണ്ടാതക്കണ്ട. നിങ്ങൾക്കും പറയാം, ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടാൻ പാടില്ല, അവരെ സംരക്ഷിക്കും. നിങ്ങൾ അങ്ങനെ മൊത്തം മുഖ്യധാരയുടേതല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോളി. ആ അതെ, അത് വേറൊരു ചോദ്യമാണ്. അപ്പൊ പറയാൻ പറ്റാത്തതേ ഉള്ളൂ, ശരിക്കും അങ്ങനെയാണ് അല്ലേ? നമ്മളെ വിശ്വാസപ്രകാരം അങ്ങനെ. ഇത് ഇതിപ്പോ യൂട്യൂബിൽ പോകുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഇവിടെ സ്വകാര്യത ഒന്നുമില്ല, ഉള്ളത് ദുനിയാവിൽ ആർക്കും കേൾക്കാം. മുസ്ലിങ്ങൾക്കിടയിൽ ഒന്ന് പറയുകയും മുസ്ലിങ്ങളല്ലാത്തവരോ കൂടി ഉള്ളപ്പോ വേറൊന്ന് പറയുകയും ചെയ്യാൻ നമുക്ക് അനുവാദം ഉണ്ടോ? ഇല്ല. നമുക്ക് മൈക്ക് ഓഫ് ആക്കിയിട്ടൊന്നും മൈക്ക് ഓൺ ആക്കിയിട്ട് വേറൊന്നും അങ്ങനെ ഉണ്ടോ? അങ്ങനല്ല. നമുക്ക് പറയാനുള്ളത് നമുക്ക് എവിടെയും പറയാം. നമ്മൾ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന കാര്യം ബാങ്ക് കൊടുക്കുമ്പോൾ ഒക്കെ വിളിച്ചു പറയുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അതെന്നാണ് ചോദിക്കുന്നത്. 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ വെച്ച് നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? അല്ലാഹു അല്ല, ഒറ്റ ദൈവമില്ല എന്നല്ലേ നിങ്ങൾ വിളിച്ചു പറയുന്നത്? എന്തുമാത്രം അസഹിഷ്ണുതയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹു ആണ് യഥാർത്ഥ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അതെ എന്ന് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ പിന്നുണ്ടാകുന്ന ചോദ്യം, അപ്പൊ ബാക്കി ദൈവങ്ങളെല്ലാം വ്യാജമാണ് എന്നൊരു വിശ്വാസവുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നിങ്ങളെ ദൈവം മാത്രമാണ് ശരിയായ ദൈവം. ഇത് അത്ര നിരുപദ്രവകരമായ ഒരു കാര്യമല്ല. ഇതിന്റെ പ്രചാരണം ഇപ്പൊ വളരെ ശക്തമായിട്ട് ബോധപൂർവം നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നിങ്ങൾ ഇങ്ങനെ പറയാൻ ശ്രമിച്ചു നോക്കൂ, അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്? അപ്പൊ നമ്മൾ മറുപടി,
എന്താണ് മറുപടി? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇനി മറ്റേതെങ്കിലും വിശ്വാസിയും ഒക്കെ യഥാർത്ഥത്തിൽ ആരെയാണോ ദൈവമായി കരുതുന്നത് അവന്റെ പേരാണ് അള്ളാഹു. വ്യത്യാസമുണ്ടോ? മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ടോ? അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം, മറ്റുള്ളതൊക്കെ വ്യാജങ്ങളാണ് എന്ന് പറയുന്നതും ഇവിടത്തെ ഏത് മതക്കാരനും വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവം ആരാണോ അവന്റെ പേരാണ് അള്ളാഹു എന്ന് പറയണതും തമ്മിൽ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ടോ? ആരും വിശ്വസിച്ചോട്ടെ, ആര് വിശ്വസിക്കുന്നയും യഥാർത്ഥ ദൈവം, അവിടെയാണ് യഥാർത്ഥം പറയേണ്ടത്. അതൊന്നും യഥാർത്ഥ ദൈവമല്ലല്ലോ. അല്ല, അതെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിനെന്താ? ഖുർആൻ അങ്ങനല്ലേ പറഞ്ഞത്? തഖൂ റബ്ബക്കും വഅബ്ദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബ് എന്നാണ്. അങ്ങനല്ല അള്ളാഹു പറഞ്ഞത് നമ്മളെ ദൈവത്തിൽ നിങ്ങളെ വിശ്വസിച്ചോളി എന്നല്ല. വഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണമെന്നാ. ആ ആ ആ എന്നാണ് വിചാരിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ മാതിരിയാവുമ്പോ അള്ളാഹു മുസ്ലിങ്ങളുടെ ഒരു കുലദൈവം, മുസ്ലിങ്ങളുടെ ഒരു ദൈവം, അത് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ, ബാക്കിയെല്ലാം ഫേക്കാണ് എന്ന ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. അതാണ് പ്രശ്നം. രണ്ടാമത് പറഞ്ഞതാണ് ഖുർആനിന്റെ ഭാഷ. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ എന്ന് പറയുമ്പോൾ മുശ്രിക്കുകളെ, ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, അല്ലെങ്കിൽ മജൂസികളെ, ആരായാലും വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ അള്ളാഹുൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുൽ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയില്ല. നിങ്ങളുടെ രക്ഷിതാവിൽ, നിങ്ങളുടെ സൃഷ്ടാവിൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരായാലും. അപ്പൊ നമ്മൾ അസഹിഷ്ണുക്കളല്ല, നമ്മളെ ഏറ്റവും നല്ല വിശാല മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഹൈന്ദവ സഹോദരന്മാരെ, നിങ്ങളുടെ യഥാർത്ഥ ദൈവം അവൻ അറബി പറയുന്ന പേരാണ് അള്ളാഹു. ക്രൈസ്തവരെ, നിങ്ങളുടെ യഥാർത്ഥ ദൈവം ആരാണ്? അവൻ അറബി പറയുന്ന പേരാണ് അള്ളാഹു. അതുകൊണ്ടാണ് അറബിയിലുള്ള ബൈബിളിൽ അള്ളാഹു എഴുതി വെച്ചത്. അപ്പൊ നിങ്ങൾ താണവരോ ഉയർന്നവരോ ആരായാലും, നിങ്ങൾ ഏത് ജാതിയായാലും മതമായാലും, നിങ്ങളുടെ യഥാർത്ഥ ദൈവം, യഥാർത്ഥ ദൈവം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അത് ക്രിസ്ത്യാനികളും വിളിക്കുന്നുണ്ട്, ഹിന്ദുക്കളും വിളിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും വിളിക്കുന്നുണ്ട്, അവിടെ ഒമ്പർത്ത തങ്ങളെ എന്നൊക്കെ വിളിക്കുന്നത്. അവര് പക്ഷെ യഥാർത്ഥ ദൈവമാണ് എന്ന് ആ വിളിക്കണവർക്കും അഭിപ്രായമില്ല. ഉണ്ടോ? അഭിപ്രായമില്ല. ഓലെന്നെ പറയണ എന്താണ്? ഇലാഹാണെന്ന് കരുതാതെ വിളിച്ചാ തെറ്റാവൂല എന്നാണ് ഓലെന്നെ പറയുന്നത്. അതാണ്. അപ്പോൾ യഥാർത്ഥ ഇലാഹ് ആരാണ്? അതിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൂതനും മുസ്ലിമിനും ഒക്കെ ഉള്ള ഉത്തരം ഒരു യഥാർത്ഥ ദൈവമുണ്ട് എന്നാണ്. അവരുടെ വേദങ്ങൾ, അവരുടെ പണ്ഡിതന്മാർ, അവരുടെ വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത് ഒരു സാക്ഷാൽ പരബ്രഹ്മമുണ്ട്. അതിന് വിഗ്രഹമില്ല, രൂപങ്ങളില്ല, അതിന് യാതൊരു പരിമിതികളുമില്ല എന്നാണ് അവർ പറയുന്നത്. അരൂപിയായ ഒരു ദൈവമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ആ ആളുണ്ടല്ലോ, ആളല്ല, ആ ദൈവം ഉണ്ടല്ലോ. ആർക്ക്? അള്ളാഹുവിന്. അള്ളാഹുവിന് നമ്മുടെ രൂപമില്ലല്ലോ. അല്ല, അത്രേ ഉള്ളൂ.
ഭാഷക്ക് അത്രക്ക് തന്നെ ഉപകാരമുള്ളൂ. അള്ളാഹ്ക്ക് കൈയില്ല. ആ 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 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെ സൃഷ്ടാവിനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ ആരാധിക്കാത്തത്. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ. കാരണം നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെ റബ്ബിനെ അല്ല, നിങ്ങളുടെ ഇലാഹിനെ അല്ല, നിങ്ങൾ അവിടെയുള്ള വിഗ്രഹങ്ങളെയാണ്. അതിന് ഞാൻ ആരാധിക്കൂല. ആരാധിക്കാത്ത കാരണം എന്താ? എന്റെ മതത്തിന്റെ വിഗ്രഹം അല്ലാത്തത് കൊണ്ടല്ല, അത് യഥാർത്ഥ ഇലാഹ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ പ്രശ്നം മതമോ സമുദായമോ ഗോത്രമോ വർഗമോ അല്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് നിങ്ങളുടെ സാക്ഷാൽ ഇലാഹിനെയാണെങ്കിൽ ആ ഇലാഹിൻ തന്നെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. സാക്ഷാൽ ഇലാഹ് ആരാണോ അവൻ. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം ദൈവങ്ങളെ മതത്തിന്റെ അഡ്രസ്സിൽ, വിലാസത്തിൽ പറയപ്പെടുന്നിടത്താണ് ഈ കണ്ട വർഗീയതയും സാമുദായികതയും തിരിയായ്മയും ഒക്കെ ഉണ്ടാകുന്നത്. എന്താണ് ബാങ്കിൽ വിളിച്ചു പറയുന്നത്? അല്ലാഹു അക്ബർ, മുസ്ലിങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലുത് എന്നാണോ? അല്ല. അപ്പോൾ ആരേറ്റവും വലുത് എന്നാണ് പറയുന്നത്? ഒരു ഹിന്ദുവിന്, ഒരു ക്രിസ്ത്യാനിക്ക് കേട്ടാൽ അവരുടെ കാതിന് ഇമ്പം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ സാക്ഷാൽ ദൈവം ഉണ്ടല്ലോ, ആ ദൈവമാണ് ഏറ്റവും മഹാൻ, ഞങ്ങളത് എന്നല്ല. അപ്പോൾ ഏത് മതവിശ്വാസിയും അവൻ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, ആരുടെ മുമ്പിൽ പൂജ നടത്തിയാലും, ആരുടെ മുമ്പിൽ വഴങ്ങി നിന്നാലും അവൻ അറിയാം അതല്ല സാക്ഷാൽ ദൈവമെന്ന്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ ഈ വിഗ്രഹത്തെ ഞങ്ങളുടെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് ഞങ്ങളിത് വെക്കുന്നത്, ഇതല്ല ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് ഞങ്ങൾക്കറിയാലോ. ഈ അമ്പലത്തിൽ കാണുന്ന നമ്മൾ തന്നെ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹമാണ് ഞങ്ങളെ പടച്ചതെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ആരും പറയും. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ളവരും പറയുന്നത് എന്താണ്? ഞങ്ങളെ ഇടയാളന്മാരായ ഒലിയുകളാണ്, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നവരാണ് ഇവര്, ഇലാഹാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പൊ പരബ്രഹ്മം വേറെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയണത്, അതാണ് മഹാനെന്ന്. അതല്ലാത്ത ആരും വലിയവനല്ല എന്ന് പറയുമ്പോ അള്ളാഹുവിനെ നമ്മൾ ഈ സമുദായത്തിൽ നിന്ന് എന്താക്കാണ്? രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരെടുത്ത് പോയാലും, അവിവേകികളെടുത്ത് പോയാൽ തല്ലിട്ടു. അത് ഈ വാദമൊന്നും വേണമെന്നില്ല, വെറുതെ തല്ലിട്ടു. നിങ്ങളെ പുരയിൽ ഫ്രിഡ്ജില് ഇറച്ചിണ്ട് കണ്ട് തച്ച് കൊല്ലണ ഒരു കാലത്താണ് നിങ്ങൾ പറയുന്നത് ഇത് പോയി പറഞ്ഞാൽ തല്ലിട്ടു. അങ്ങനൊന്നുമില്ല. എല്ലാവരും പറയണ അങ്ങനെയാണ്. നിങ്ങൾ ഹൈന്ദവ ആചാര്യന്മാരോ സന്യാസികളോ ഹൈന്ദവ പ്രഭാഷകന്മാരോ ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട് പ്രസംഗം നടത്തുന്ന ആൾക്കാരോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവര് പറയുന്നുണ്ട്, മാഷിപ്പ പറഞ്ഞ പോലെ സാക്ഷാൽ ദൈവത്തെ മനസ്സിലാക്കാനും അതിലേക്ക് എത്തിക്കാനുമാണ് ഈ വിഗ്രഹം. ഒരു നാട്ടക്കുറി, അതാണെന്ന് അവർ പറയുന്നത്. അതല്ലാതെ ആ പ്രതിഷ്ഠ ദൈവമാണ്, ഇത് ലോകം മുഴുവൻ പഠിച്ചത് ഈ പ്രതിഷ്ഠ എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല, അവർക്കും അഭിപ്രായമില്ല. അങ്ങനെ വിചാരിക്കണ്ട നിങ്ങള്? ഇല്ല. അപ്പോ ഈ കാണപ്പെടുന്നവരും വിളിക്കപ്പെടുന്നവരുമായ
ദൈവങ്ങൾക്കോ വലിയകൾക്കോ പുണ്യാത്മാക്കൾക്കോ ഒക്കെ അപ്പുറത്ത് ഒരു ദൈവമുണ്ട് എന്നത് എല്ലാ മതവിഭാഗങ്ങളും വിശ്വസിക്കുന്ന കാര്യമാണ്. ഏതോ ഒരു മനുഷ്യൻ അറിഞ്ഞുകൂടാത്തുണ്ട് എന്ന് പറയരുത്. അതെല്ലാ കാര്യത്തിലും ഉണ്ടാവും. പൊതുകാര്യാണ് പറയുന്നത്. ഇപ്പോ ക്രിസ്തു മതത്തില് ചില ആളുകളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും, അല്ലെ? വിശുദ്ധ തോമാസ് ലീഹെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ നമ്മള് മദർ തെരേസ, നമ്മൾ ജീവിച്ച കാലത്ത് ജീവിച്ച ഒരാളല്ലേ, അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അതിന് അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് ചില അത്ഭുതങ്ങളൊക്കെ തെളിയിക്കണം, അങ്ങനെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ വിശുദ്ധയെ പ്രഖ്യാപിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അവരോട് ഇസ്തിഹാസ നടത്താം, അവരെ തവസ്സുലാക്കാം, നമ്മളെ ഭാഷയിൽ പറഞ്ഞാല്. പക്ഷെ ഓൽക്ക് ഇങ്ങനെ കുറച്ച് നടപടിക്രമം തന്നെങ്കിലുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ നടപടിക്രമം ഒന്നുമില്ല. എപ്പോഴോ വിമാനം ഉന്തിയെന്നോ അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അങ്ങനെ ആവും എന്നത് വേറൊരു വിധി വൈപരീത്യമാണ്. പക്ഷെ അവരൊന്നും വിശ്വസിക്കുന്നില്ല അതാണ് ഇലാഹ്. ഇല്ല, വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം, അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം എന്നതിനേക്കാൾ യഥാർത്ഥ ദൈവം ആരാണോ അവനാണ്, അവന്റെ പേരാണ് അള്ളാഹു. അറബി അല്ലാത്ത ഒരു ഭാഷയിൽ വേറൊരു പേരുണ്ടാവാം. അറബി അല്ലല്ലോ ലോകത്തെ ആദ്യത്തെ ഭാഷ. നമുക്ക് തോന്നല്ലേ നബിയൊക്കെ അറബിയാ പറഞ്ഞു, അല്ലെ? ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഭാഷ വേറെ ആയിരുന്നില്ലേ? മൂസാ നബിന്റെ ഭാഷ വേറെ ആയിരുന്നില്ലേ? അപ്പോ അവരവരുടേതായ ഭാഷയിലാണല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗോഡ്, ദ ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ഇലാഹ്, ദ ഗോഡ് എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് അഥവാ അള്ളാഹ്. അതാണ് വ്യത്യാസം. അപ്പോൾ ആരാണോ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇനി വേറെ ഏതെങ്കിലും മതം ഉണ്ടെങ്കിൽ ആ മതത്തിന്റെയും ലോകത്തുള്ള എല്ലാ ദൈവവിശ്വാസികളുടെയും യഥാർത്ഥമായ ദൈവം, അവന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അവൻ സാക്ഷ്യപ്പെടുത്തുന്നു അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അവൻ എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഇലാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇത് ആലഹ എന്ന ഒരു ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നാണ്. ആരാധിക്കുക, വിധേയത്വം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഖുർആനിൽ പലയിടത്തും ഇത് വന്നിട്ടുണ്ട് ധാരാളമായിട്ട്. ഭക്തി, ആശ്രയം എന്നിവയൊക്കെ അതിനൊക്കെ അർഹനായത് യഥാർത്ഥത്തിൽ ഇലാഹ് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ, ആ വാചകം ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു. മനുഷ്യന്റെ ആരാധനയും വിധേയത്വവും ആശ്രയവും പ്രകടിപ്പിക്കുന്ന ഏതൊരു വസ്തുവിനെയും ഇലാഹ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ ദേഹേച്ഛയെ ഇലാഹാക്കരുത് എന്ന് പറഞ്ഞത്. ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. ദേഹേച്ഛ നമ്മുടെ സ്വന്തം ദേഹത്തിന്റെ ഇഷ്ടം, അതിനെ നിങ്ങൾ ഇലാഹാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ വിധേയപ്പെടരുത്, അതിനെ നിങ്ങൾ അനുസരിക്കരുത്. ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നത്
അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ തൗഹീദിന്റെ പരമമായ പ്രഖ്യാപനമാണ് എന്നാണ് തഫ്സീറുകളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പൊ എന്താണ്? അള്ളാഹു സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഇനി വൽ മലായിക്ക, മലക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പെൺമക്കളാണ് എന്ന് മക്കാ മുശ്രിക്കുകൾക്ക് ഒരു വാദം ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ആ വിശ്വാസം ഇങ്ങനെ വേറെ വഴിക്ക് ഇങ്ങനെ വന്നതായിരിക്കാം നമ്മളെ നാട്ടിലെ ദേവീ സങ്കല്പം എന്നിങ്ങനെ വിചാരിക്കാറുണ്ട്. അങ്ങനെ വിചാരിക്കാനുള്ള ഒരു കാരണം, മലക്കുകൾ ഉണ്ടല്ലോ, വ്യത്യസ്ത ഡ്യൂട്ടികളുള്ള, മഴ പെയ്യിക്കാൻ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഓരോ മലക്കുകളില്ലേ. ഈ ദേവീ സങ്കല്പം അങ്ങനെയാണ്. സമ്പത്തിനൊരു ഒരു ദേവി അല്ലെ, വിദ്യാഭ്യാസത്തിനൊരു ദേവി, അങ്ങനെ ഓരോന്നിനും ഓരോ ദേവിയാണ്. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നുള്ള മുശ്രിക്കുകളുടെ വിശ്വാസവും വ്യത്യസ്ത ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ദേവീ സങ്കല്പവും തമ്മിൽ ചെറിയ ഒരു സാമ്യത കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വ്യത്യസ്ത ഡ്യൂട്ടികളുള്ള ദേവികൾക്കും മേലെ ആരുണ്ട് എന്നാണ്. വേറൊന്നുണ്ട് എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ മലക്കുകൾ അള്ളാഹുവിന്റെ ആൺമക്കളോ പെൺമക്കളോ ഒന്നുമല്ല. അത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. എത്ര മലക്കുകളുണ്ട്? നമുക്ക് അറിഞ്ഞുകൂടാത്ത അത്രയും മലക്കുകളുണ്ട്. നമ്മൾ മലക്കിനെ കണ്ടിട്ടില്ല. മലക്ക് പോണത് കണ്ടിട്ടുണ്ട്, അത് ആ മലക്കല്ല, മലക്ക് പോണത് കണ്ടതാണ്. അതുകൊണ്ട് മലക്കിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ മലക്കുകൾ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ളവരാണ്. അപ്പൊ അള്ളാഹു സ്വയം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹില്ല. അല്ലാണ്ട് അള്ളാഹുവിന്റെ മേലെ ആരോ ആരോപിച്ചതല്ല. അള്ളൊറ്റക്കായിരിക്കും. അള്ള തന്നെ പറയാണ് വേറെ ഇലാഹില്ല. മലക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഉലുൽ ഇൽം, അറിവുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിവുള്ളവരും വിവരമുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ടോ? വിവരമാണോ അറിവാണോ മെച്ചം? വിവരം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെപ്പറ്റി വിവരമുണ്ടോ? നോളജ്. വിവരം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു നോളജാണ്. ഇപ്പൊ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോ ഒരു വിവരം, ഇന്നടുത്തുള്ള ഇന്ന ആള് മരിച്ചു, ഒരു വിവരം. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? എന്ത് ചെയ്യണോ? ഉടനെ നമ്മൾ വിളിച്ച് ചോദിക്കുകയോ പോയി നോക്കുകയോ ചെയ്യും. അപ്പൊ മനസ്സിലാവും അതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. ആള് മരിച്ചിട്ടൊന്നുമില്ല. ആൾ ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് പുട്ടും കടലയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മരിച്ചു തന്നിട്ട് ഈ വിവരം വന്നതെന്ന് മനസ്സിലാവുന്നതോടുകൂടി നമ്മൾ പറയും ആ വിവരം എന്തായിരുന്നു? ഒരു തെറ്റായ വിവരമായിരുന്നു. അപ്പൊ വിവരം എന്തുണ്ടാവും? ശരിയും ഉണ്ടാവും, തെറ്റും ഉണ്ടാവും. പക്ഷെ പോയി നോക്കിയിട്ട് മനസ്സിലായ ഒരു സാധനം ഉണ്ടല്ലോ, അത് അറിവാണ്. ആള് മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോ ഞാൻ വിളിച്ച് ചോദിച്ച് അയാൾ മരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അത് അറിവാണ്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവർ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ളവരെ യഥാർത്ഥത്തിൽ അള്ളാഹിനെ പേടിക്കും. അല്ലാത്തവന് പേടിയില്ല.
അതുകൊണ്ടാണല്ലോ കുട്ടികൾ വിളക്ക് പിടിക്കാൻ പോണത്, കനല് പിടിക്കാൻ പോണത്. കാരണം ഓൻ എന്തില്ല, കൈ പൊള്ളുന്നുള്ള അറിവില്ല. അതൊരു ധീരതയായിട്ട് കാണരുത്. എന്ത് ഓനിങ്ങനെ അതാ വയറ് പ്ലഗിൽ കുത്തി മറ്റേന്റെ അറ്റം പിടിക്കാൻ പോണ്, ഭയങ്കര ധൈര്യമായിട്ടോ ഓന് എന്ന് പറയരുത്. ഓന് എന്തില്ല, അറിവില്ലാത്തതായി ചെയ്യുന്നത്. പലതരം സാധനങ്ങളും അറിവില്ലായ്മയാണ് ഇവിടെ ധീരതയായിട്ട് എടുത്തു പറയുന്നത്. അത് ധീരതല്ല, അറിവില്ലായ്മയാണ്. അപ്പൊ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക, തീവ്രവാദം ഉണ്ടാക്കുക, ഭീകരത ഉണ്ടാക്കുക, അത് ധീരതല്ല, അത് അറിവുകേടാണ്. അപ്പൊ അറിവുകേടിന് ധീരതയായിട്ട് പറയാൻ പാടില്ല. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. ഇതൊരു വിവര. എത്തിയോ? എത്തിയാൽ അതൊരു അറിവാ. ചിലപ്പോ ഈ വിവരം പറഞ്ഞ അതേ ആൾ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയൂ, അത് അരമണിക്കൂർ വൈകി ഓടുന്നു, യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു. ഓൾത് കഴിഞ്ഞ്. അപ്പൊ നേരത്തെ പറഞ്ഞതോ? നേരത്തെ പറഞ്ഞത് ഇപ്പം വരുന്നതാണ്. അതേ ആൾ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയണം അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അയാൾ എന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു പറയും 1 മണിക്കൂർ വൈകി ഓടുന്നു. അതൊക്കെ വിവരാണ്. പക്ഷെ ആ വിവരം അറിവാകുന്നത് ആ വണ്ടി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോഴാണ്. വന്നോ? വന്നു. അപ്പൊ വന്നാലാണ് അറിവ്. അപ്പൊ ഇതൊരു തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു, അൽബക്കറ മുഴുവൻ പഠിച്ചു, അതൊക്കെ വിവരാണ്. ആ വിവരം അറിവാകുന്നത് എപ്പോഴാണ്? അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ചിലപ്പോ നമ്മൾ ചില ആളുകളൊക്കെ അല്ലാ ഇത്രേ അറിവുള്ള ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ, അയാൾക്ക് അറിവല്ല, അയാൾക്ക് വിവരമുള്ളത്. കുറെ ഡാറ്റാസ് അയാളെ കയ്യിലുണ്ട്, കണ്ടമാനം സർട്ടിഫിക്കറ്റും ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് തലക്കുവെച്ചിട്ടേക്ക് ചിലപ്പോ കിടന്നുറങ്ങുന്നുണ്ടാവുക. പക്ഷേ അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഉപകാരപ്രദമാകണം, നാഫി ആകുമ്പോഴാണ് അത് ഇൽമാവുക, യഥാർത്ഥ ഇൽമാവുക. അവരെ കുറിച്ച് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഖായിമൻ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ്. അറിവുള്ള ആളുകൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ആയ വിജ്ഞാനികളായ ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നു. എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അൽ അസീസുൽ ഹകീം, അവൻ പ്രതാപവാനാണ്, യുക്തിമാനാണ്. അപ്പൊ ഈ അള്ളാഹുവിന്റെ മലക്കുകളുടെ ഇൽമുള്ളവരുടെ സാക്ഷ്യപ്പെടുത്തൽ. ഇപ്പൊ നമ്മളെ മുമ്പിൽ എത്ര ആയത്തുകളുണ്ട്? 6236 ആയത്ത് ഉള്ള ഒരു മുഴുവൻ ഖുർആൻ നമ്മളെ മുമ്പിലില്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ എത്ര ആയത്തുണ്ടായിരുന്നു? ഇത്രയും തോന്നുന്ന ആയത്തുണ്ടോ? ഇല്ല. പക്ഷെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അറിവുണ്ടായിരുന്നു. എന്താണ്? അല്ലാഹു അഹദ്. അതുകൊണ്ട് അബൂജഹലിന്റെ മുമ്പിൽ എന്തായില്ല? പതറിയില്ല. നമ്മളെ മുമ്പിൽ അതിനേക്കാൾ തോന്നെ വിവരമുണ്ട്. സുമയ്യബീനെക്കാളും വിവരമില്ലേ നമ്മളടുത്ത്? കാരണം നമ്മളടുത്ത് ഖുർആനുണ്ട്, പിന്നെ ഹദീസിന്റെ കിതാബുകളുണ്ട്, മൊബൈലിന്റെ അകത്ത് നോക്കിയാൽ വേറെ തഫ്സീർ ഉണ്ട്, സകല സാധനം ഉണ്ട്. പക്ഷേ ഖായിമൻ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു സ്വഭാവ ഗുണമില്ലെങ്കിൽ നമ്മളടുത്തുള്ള ഈ വിവരെല്ലാം വിവരായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാവൂല. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തുള്ള ആകെ 5 ആയത്താണ്. ഇനി ഇതെല്ലാം പറയുമ്പോഴും റസൂലുള്ളാഹിന്റെ അടുത്ത് 30 ജുസുള്ള ഖുർആൻ ഇല്ല. 30 ജുസുള്ള ഖുർആൻ അവസാനല്ലായത് അല്ലേ? ഇറങ്ങി തീർന്നത് എപ്പോഴാ? അപ്പൊ മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ
നബിയുടെ അടുത്ത് അറിവുണ്ട്, വിവരം നമ്മളെ അടുത്ത് ഇപ്പോൾ ഉള്ള അത്ര ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഖുർആൻ ഇറങ്ങി തീർന്നിട്ടില്ല. 13 കൊല്ലല്ലേ ആയുള്ളൂ. ബാക്കി 10 കൊല്ലം കൂടി എടുത്തിട്ടാണ് ഇത് മുഴുവൻ ഇറങ്ങിയത്. അപ്പോ നമ്മള് എവിടെ നിൽക്കുന്നു, അറിവുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വിലയിരുത്താനും മനസ്സിലാക്കാനാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ കുറേ വിവരം, കുറേ കാണാതെ പറയാ, കുറേ ഹദീസ് കാണാതെ പഠിക്കുക, കണ്ടമാനം സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നതൊക്കെ വിവരമാണ്. ആ വിവരത്തെ നീതിക്ക് വേണ്ടി നിലകൊണ്ട് അറിവാക്കി മാറ്റണം. അങ്ങനെ മാറ്റുമ്പോഴേ അറിവുള്ള ആളാവുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ഈ സാക്ഷ്യം എന്തിനാണെന്നറിയോ? ഇനി പറയാൻ പോകുന്ന വലിയൊരു പ്രസ്താവനക്കുള്ള ആമുഖമാണ്, മുഖവുരയാണ്. എന്താണ് ആ പ്രസ്താവന? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുത്ത് യഥാർത്ഥത്തിലെ ജീവിത വ്യവസ്ഥ ഇസ്ലാമാകുന്നു. അൽ ഇസ്ലാം. ബ്രിട്ടീഷുകാർ നമ്മളെ പറ്റി പറഞ്ഞു മുഹമ്മദൻസ്. മലയാളത്തിലേക്ക് അത് വന്നപ്പോ മുഹമ്മദീയർ. നമ്മളെ പറ്റി മുഹമ്മദീയർ. ബ്രിട്ടീഷുകാർ എന്തോ ഒരു അബദ്ധത്തില് മുഹമ്മദൻസ് പറഞ്ഞു പോയതല്ല. അവര് നമുക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ നിയമം മുഹമ്മദൻസ് ലോ ആണ്. അങ്ങനെ നിയമം ഇസ്ലാമിൽ ഇല്ല. മുഹമ്മദൻസ് ലോ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. ഉള്ളത് ശരീഅത്താണ്. അവർ അബദ്ധത്തിൽ പറഞ്ഞതല്ല. അവര് നമ്മളെ മുഹമ്മദൻസ് എന്ന് വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാരമ്പര്യങ്ങളെ റദ്ദ് ചെയ്യാനാണ്. നിങ്ങളെ തുടക്കം എവിടുന്നാണ്? മുഹമ്മദ് നബിയിൽ നിന്നാണ്. ഇതാണ് മലയാള ടെക്സ്റ്റിൽ വന്നപ്പോ മുഹമ്മദ് നബി ഇസ്ലാം മതം സ്ഥാപിച്ചു, മുഹമ്മദ് മക്കയിൽ ജനിച്ചു, അല്ലെ? മുഹമ്മദ് ഇസ്ലാം മതം സ്ഥാപിച്ചു, മുഹമ്മദ് മദീനയിൽ മരിച്ചു. അതിന്റെ മുമ്പുള്ളതൊക്കെ എടെ? ഖുർആൻ പറഞ്ഞു മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, നിങ്ങളെ കയ്യിലുള്ളതിനൊക്കെ സത്യപ്പെടുത്തിയിട്ടാണ് റസൂലുള്ളാഹി വന്നത്. അപ്പോ അല്ലാഹു തആല ഇസ്ലാമിനെ എവിടെ മുതൽ തുടങ്ങുന്നുണ്ട്? മനുഷ്യാരംഭം മുതൽ തുടങ്ങുകയാണ്. ക്രൈസ്തവരായ ബ്രിട്ടീഷുകാര് ആ പാരമ്പര്യത്തെ മുഴുവനും റദ്ദ് ചെയ്ത് ഇത് മക്കത്തുനിന്നും ഇങ്ങോട്ട് തുടങ്ങിയതാക്കുകയാണ് ചെയ്തത്. അള്ളാഹു പറയാണ് മുഹമ്മദീയ മതം ആണ് നിങ്ങൾക്ക് എന്നല്ല പറഞ്ഞത്, ഇസ്ലാം. അപ്പൊ ഈസാ നബിൻ്റെതും ഇസ്ലാമായിരുന്നു, മൂസാ നബിൻ്റെതും ഇസ്ലാമായിരുന്നു, ഇബ്രാഹിം നബിൻ്റെതും ഇസ്ലാമായിരുന്നു. അന്ന് ഇതിന്റെ പേര് അറബിയിലാണെങ്കിൽ ഇസ്ലാം എന്നായിരിക്കും, അറബി അല്ലെങ്കിൽ ആ ഭാഷയിലായിരിക്കും മാത്രമേ. ഹുവസമ്മാക്കുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, ഈ ഖുർആനിലും ഇതിനു മുമ്പും ഒക്കെ നിങ്ങളുടെ പേര് മുസ്ലിം എന്നായിരുന്നു. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പേരാണ്. അപ്പൊ മൂസാ നബി ജൂതനല്ല, മൂസാ നബി മുസ്ലിമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം ആരായിരുന്നു? മുസ്ലിമായിരുന്നു, ഹനീഫായ മുസ്ലിമായിരുന്നു, ഋജുമാനസൻ, നേർക്ക് നേരെയുള്ള മുസ്ലിം. ഒരു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽപ്പെട്ടവനേ ആയിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിങ്കൽ നിങ്ങൾക്കുള്ള ജീവിതക്രമം ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാകും. വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം, ഇവർ ഭിന്നിച്ചു പോയത് അവർക്ക് അറിഞ്ഞൂടാത്തതിന്റെ പേരിലല്ല. യഥാർത്ഥത്തിൽ അവർ ഭിന്നിച്ചത് ബഗയം ബൈനഹും, കിടമത്സരത്തിന്റെയും അതിക്രമത്തിന്റെയും ഒക്കെ ഫലമായി കൊണ്ടാണ്. മൂസാ നബിയുടെ തുടർച്ചയാണ് ഈസാ നബി എന്ന് അറിയായിട്ടല്ല.
തൗറാത്തിന്റെ തുടർച്ചയാണ് ഇഞ്ചീൽ എന്ന് അറിയായിട്ടല്ല, പഴയ നിയമത്തിലെ നിയമം ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാനിട്ടല്ല അവർ പഴയ നിയമത്തെ അവഗണിക്കുന്നത്. അവരുടെ കയ്യിൽ വിശുദ്ധ വേദത്തിന്റെ ഭാഗമായിട്ടുള്ള ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ കള്ളു കുടിക്കരുത് എന്നുണ്ട്, പന്നിയിറച്ചി തിന്നരുത് എന്നുണ്ട്, വ്യഭിചാരം പാടില്ല എന്നുണ്ട്. ഇതെല്ലാം ആ കിതാബിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. എല്ലാ വെട്ടിത്തിരുത്തലുകൾക്ക് ശേഷം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഓല് പറയും അത് പഴയ നിയമമാണ്. എന്നിട്ട് അവര് വീഞ്ഞ് വിതരണം ചെയ്യും, അവര് പന്നിയിറച്ചി തിന്നും. അപ്പൊ എന്താ കാര്യം? അപ്പൊ നിങ്ങളെ കയ്യിലുള്ള കിതാബോ? ആ കിതാബിലുണ്ട്. കിതാബിലുണ്ടായിരിക്കെ അത് പഴയതാണ് എന്ന് പറഞ്ഞിട്ട് പുതിയത് അവരുടെ കൂട്ടത്തിലുള്ള നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചില ആൾക്കാര് പുതിയതായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അവർ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്ക് ജൂത സമൂഹത്തിന് ശേഷം ഉണ്ടായതല്ലേ ക്രൈസ്തവ സമൂഹം, അല്ലേ? അപ്പൊ ശരിക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ സാദൃശ്യം തോന്നേണ്ടിയിരുന്നത് ആരുമായിട്ടാണ്? ക്രിസ്ത്യാനികളുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. പക്ഷേ കൂടുതൽ സാദൃശ്യം ജൂതന്മാരുമായിട്ടാണ്. നിസ്കാരം പോലും നമ്മളെ നിസ്കാരം പോലെ നിസ്കാരവും ഏകദേശം ഒരുപോലെയാണ്. ചില സാധനം അതിലില്ല എന്നൊക്കെ ഉള്ളൂ. അതെന്തുകൊണ്ടാ അങ്ങനെ? അതിനുശേഷം ഈ പഴയ നിയമത്തിലൂടെ പോകുന്ന ഒരു സമൂഹത്തെ വേറെ തന്നെ വഴിയിലേക്ക് സെന്റ് പോളിനെ പോലെയുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് സാബത്ത് നാളിലെ യൗമുസബത്തിലെ ജുമാ അവർ മാറ്റി ഞായറാഴ്ചത്തേക്കാക്കി. യഥാർത്ഥത്തില് ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയാണ് ജൂതന്മാരുടെ ദിവസം. ശനിയാഴ്ചയാണ് ഈ പഴയ നിയമപ്രകാരം ജുമാ. ആ ജുമാന്റെ ദിവസം വരെ ഒരു മാറ്റി ഞായറാഴ്ചയാക്കി. കാരണം എന്താന്ന് ചോദിച്ചാൽ അത് പിന്നെ കൈകാര്യം ചെയ്ത ആൾക്കാര് ചെയ്ത പണിയാണ്. ഇന്നും ശനിയാഴ്ച ജുമാ നടത്തുന്ന ക്രൈസ്തവ സഭകൾ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എല്ലാ ക്രിസ്ത്യാനികളും പോലെ ഞായറാഴ്ച ഒന്നല്ല. ക്രിസ്മസ് ആഘോഷിക്കാത്ത ക്രൈസ്തവരുണ്ട്, കുരിശ് വെക്കാത്ത ക്രൈസ്തവരുണ്ട്, കുരിശ് എന്ന് പറയുന്നതിന് പുണ്യം കൽപ്പിക്കാത്ത ക്രൈസ്തവരുണ്ട്, ഇന്നുണ്ട്, കേരളത്തിലുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് അള്ളാഹു പറയാണ്, ഇവരൊന്നും തന്നെ തെറ്റിപ്പോയതും വഴിപഴച്ചതും ഇഖ്തിലാഫ് ഉണ്ടായതും എന്തുകൊണ്ടല്ല? വിവരം എത്താത്തത് കൊണ്ടല്ല, വിവരം എത്തിയതിന് ശേഷമാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും, മദീനയിൽ ജൂതന്മാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്, മുഹമ്മദ് നബിന്റെ വരവിനല്ല, ഒരു പുതിയ നബിയുടെ വരവിനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞവരാണ്. അവർക്കറിയാത്. പക്ഷെ വന്നപ്പോൾ സ്വീകരിച്ചില്ല. ബഗയം ബൈനഹും. എന്തുകൊണ്ടാ സ്വീകരിക്കാതിരുന്നത്? ഇസ്രായേലി അല്ല എന്നുള്ളത് കൊണ്ടാണ്, ഇസ്രായേൽ സമൂഹത്തിലല്ല വന്നത് എന്നുള്ളത് കൊണ്ടാണ്, ഇസ്മായിലരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഇപ്പൊ പറ്റൂല എന്നാണ്. അപ്പോ അവർക്ക് ഇൽമു വന്നു കിട്ടാത്തത് കൊണ്ടല്ല. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിന, സൂറത്തുൽ ബയ്യിനയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവരെന്തുകൊണ്ടാണ് ഭിന്നിച്ചു പോയത്? അവരെന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായത്? അവരെന്തുകൊണ്ടാണ് ജീവിത വ്യവസ്ഥയായിട്ട് ഇസ്ലാമിനെ തെരഞ്ഞെടുക്കാതെ പോയത് എന്ന് ചോദിച്ചാൽ കിടമത്സരം കൊണ്ടും അതിക്രമം കൊണ്ടുമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള ജീവിതം ഇസ്ലാമാണ്. ഇവിടെയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ഒരു ജാതിയെ കുറിച്ച് പറയല്ല, ഒരു സമുദായത്തെ കുറിച്ച് പറയല്ല.
ഇതൊക്കെ അള്ളാഹു അറിയിച്ചു തന്ന ജീവിതക്രമം എന്നുള്ള നിലയിലാണ്. അള്ളാഹു അറിയിച്ചു തന്ന ജീവിതക്രമം എന്നുള്ളയിടത്ത് നിന്ന് നമ്മൾക്ക് പറ്റിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ജാതി സമൂഹമായി മാറി എന്നതുകൊണ്ടാണ്. പടച്ചോൻ ഉണ്ടാക്കിയതല്ല വിഭാഗീയത. ഇല്ല, പടച്ചോൻ ഉണ്ടാവൂല. പടച്ചോൻ വിഭാഗീയത ഉണ്ടാക്കൂലല്ലോ. പടച്ചോൻ ഇതെല്ലാം പേർത്തും പറയാണ്. നിങ്ങൾക്കിടയില് വിഭാഗീയത ഇല്ലാതിരിക്കാനാണ്. നിങ്ങൾ ഒരേ ആണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. ഉമ്മത്തുൻ വാഹിദ, നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്. നിങ്ങൾ എല്ലാവരും തിരിച്ചു വരേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്കാണ്. അത് ഇതല്ല. അത് മനുഷ്യന്മാർക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെയും അള്ളാഹുവിന്റെ ഖലീഫ എന്ന നിലക്ക് അള്ളാഹു നൽകിയ ആദരവിന്റെയും വിശദീകരണമാണ്. പടച്ചോനെ എല്ലാ മനുഷ്യന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ അതാണല്ലോ പരീക്ഷണം. ജീവിതത്തിൽ പരീക്ഷണം അതാണല്ലോ. അല്ലെങ്കിൽ മലക്കുകളെ പോലെയോ ഇതര ജീവജാലങ്ങളെ പോലെയോ, ഇതര ജീവജാലങ്ങളൊക്കെ ഒറ്റ ഉമ്മത്താണ്. നായ്ക്കളെ കുറിച്ച് പറയണ്ട, അതൊരു ഉമ്മത്താണ് എന്ന് പറഞ്ഞാൽ അവരിൽ വേറെ ഒന്നുമില്ല. അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണവരാണ്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. നമ്മൾ കോഴി അമ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള് തൗഅൻ വകർഹ. ആകാശത്തും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് അള്ളാഹുവിനനുസരിച്ചാണ് പോകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇസ്ലാമാകുന്ന ഈ ജീവിതക്രമം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇത് മൊത്തം പ്രപഞ്ചത്തിന്റെ താളം അങ്ങനെയാണ്. വെള്ളം മേലെന്ന് താഴോട്ട് വരുന്നത് ഇസ്ലാമായതുകൊണ്ടാണ്. സൂര്യന്റെ ഉദയവും അസ്തമയവും ഒക്കെ ഇസ്ലാമായതുകൊണ്ട്. അപ്പൊ പ്രപഞ്ചത്തിന്റെ താളം, ഇതിന്റെ പ്രകൃതം, അതുകൊണ്ടാണ് ഇസ്ലാം പ്രകൃതി മതമാണെന്ന് പറയുന്നത്. പ്രകൃതി വിരുദ്ധമായതൊന്നും ഇതിലില്ല. ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയെ ഫസാദാക്കാത്ത, ഭൂമിയെ ഫസാദാക്കാത്ത നിയമങ്ങളാണ് എല്ലാം. കേവലമായ ധാർമ്മികമായ നിയമങ്ങളല്ല. നമ്മുടെ നിയമങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിനും ഇവിടെയുള്ള മരങ്ങൾക്കും ഇവിടെയുള്ള മൃഗങ്ങൾക്കും ഒക്കെ ഫിറ്റായതാണ്. നമ്മള് അറിഞ്ഞുകൂടായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് പറയാണ്. ഉദാഹരണം, നായ ശത്രുത പോലെ. നായി എന്ന് പറയുന്നത് നമ്മളെ ശത്രുവാന്ന് നമ്മൾ വിചാരിക്കും. മുസ്ലിങ്ങളെ ശത്രുവാണ് നായി. നമുക്ക് അങ്ങനെ വന്നു പെട്ടൊരു സാധനമാണ്. തെരുവ് നായനെ നിയന്ത്രിക്കണം, അത് കേസ് വേറെയാണ്. എന്നാൽ നായ വളരെ നന്ദിയുള്ള ഒരു ജന്തുവാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ഉണ്ടായിരുന്ന നായയാണ്. നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പോലും നമ്മൾ വേട്ട നായന് ബിസ്മിൻ ചൊല്ലി വിട്ടാല് അത് പോയി കടിച്ച് കൊന്നുകൊണ്ടുവന്നതിനെ വരെ തിന്നാൻ നമുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ അത് അതിൻ്റെ അകത്തുനിന്ന് സ്വന്തം തിന്നരുത് എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അത് പിടിച്ചത് അതിനും വേണ്ടിയിട്ടാണ് നായി. അപ്പൊ നമുക്ക് തിന്നാൻ പാടില്ല. അതേസമയം കടിച്ച് നമുക്ക് കൊണ്ടു തന്നാൽ നമുക്ക് തിന്നാന്നാണ്. ഈ നായ്ക്ക് വെള്ളം കൊടുത്തിട്ടാണ് സ്വർഗത്ത് പോയതായിട്ട് നബി പഠിപ്പിച്ച്, അല്ലേ? പക്ഷെ ആ നായനെ കണ്ടാല് ഒരു ഏറിയേറിയിൽ എന്തോ ഒരു അമൃസാലിയാത്തായിട്ട് കാണുന്ന ധാരണ പശകി നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ പ്രശ്നമാണ്, വേറൊന്നുമല്ല. നായ നജസാന്ന് ആരും പറഞ്ഞിട്ടില്ല. നായ നമ്മളെ തൊടുക ഇങ്ങനെ കൈകൊണ്ടല്ലോ. നായ മൂക്കൊണ്ടാണ് തൊടുക. അതിൽ നിന്ന് ആ ഒലിക്കുന്ന ദ്രാവകം, അതിനെക്കുറിച്ചാണ് ഷാഫി മദ്ഹബിൽ എന്ത് പറഞ്ഞത്? നജസ എന്ന് പറയും.
വേറെ മദ്ഹബിലൊന്നുമില്ല. ഏ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അത് മദ്ഹബാണ്. അതായത് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സുബഹിക്ക് കുനൂത്ത് ഓതൽ മുഅക്കദായ സുന്നത്താണ് എന്ന് പഠിപ്പിച്ച ഷാഫി മദ്ഹബാണ് ഇത് പറഞ്ഞത്. മനസ്സിലായോ? എന്തോന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ. ആ അപ്പോ നമ്മൾ വെറുതെ ഇതിനോട് എന്ത് ചെയ്യാണ്? വീട്ടിൽ വളർത്തിയൊക്കെയാണെങ്കിൽ മനുഷ്യന്മാരടുക്കൂലെങ്കിൽ വളർത്തരുത്. ഒരു നായിന് കെട്ടിയിടുക, എന്നാ പിരിവാരും വരൂല, പള്ളി കമ്മിറ്റിക്കാരും വരൂല. അതിനും വേണ്ടി പോറ്റരുത് എന്നേ ഉള്ളൂ. നിങ്ങളുടെ കാവലിന് വേണ്ടി നിങ്ങൾക്ക് വളർത്താം. അതിന്റെ അതപോട് കൂടിയിട്ട് വളർത്തണം. ആളുകൾ അകറ്റാൻ വേണ്ടിയിട്ട് വളർത്തരുത്. അത്രേ ഉള്ളൂ. നായ ഉണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് അവിടെ എഴുതി വെച്ചാൽ നായനെ തന്നെ പോറ്റണമെന്നില്ല. ആ ബോർഡ് തന്നെ മതി. സെല്യൂട്ട് അടിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് നായവിരോധം പോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച കുറെ സംഗതികളുണ്ട്. അങ്ങനൊന്നുമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ, പൈതൃകമായി കിട്ടിയ എൻ്റെ ഒരു സമുദായമാണ്, ഒരു ജാതിയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ്. നമ്മളും അങ്ങനെ വിചാരിച്ചു, നമ്മളെ പറ്റി മറ്റോരും വിചാരിച്ചു. എന്നിട്ട് നമ്മളും പറഞ്ഞു കള്ളുഷാപ്പിൽ നിന്ന് തല്ലുണ്ടായി, 4 ആൾ ആസ്പത്രി, 2 ആളെ നമ്മളാളാണ്, 2 ആളെ നമ്മളാളാണ്. കള്ളുഷാപ്പും തല്ലുണ്ടാക്കിയത് അങ്ങനെ പോലെ നമ്മളാളായത്. ഒന്നിന്റെ പേര് പോക്കരാണ്, ഒന്നിന്റെ പേര് അമ്മതാണ്, അതന്നെ നമ്മളാള്. മറ്റ് 2 ആള് ഓലാളാണ്. അതിന്റെ കാരണം ഒന്ന് കുഞ്ഞിക്കണാരനാണ്, ഒന്ന് കുഞ്ഞികൃഷ്ണനാണ്. ഇങ്ങനെ സമുദായമായി മാറിയത് മുതലാണ് നമുക്ക് നമ്മളെ തന്നെ തിരിയണില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്തായാലും തിരിയാണ്ടായിപ്പോയി. അങ്ങനല്ല. നമ്മളാളാണ് എന്ന് പറയണമെങ്കിൽ അയാളിൽ എന്തുണ്ടാവണം? ഇസ്ലാം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളാളാവും. പിന്നെ നമ്മളെല്ലാവരും ഒന്നാണ്. അത് വിശാലമായ അർത്ഥത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരെ കുറിച്ചും പറയാവുന്നതാണ്. നമ്മളാളാണ്. ഏതാ ജാതി കണ്ടാൽ തന്നെ തിരിവിലെ മനുഷ്യജാതിയാണ് എന്ന്. പിന്നെ ഏതാ ജാതി എന്ന് ചോദിക്കണോ? ശ്രീനാരായണ ഗുരുവാന്ന് തോന്നുന്നത് ചോദിച്ചത്. ആ ശ്രീനാരായണ ഗുരുവിനെയും പിടിച്ചിട്ടൊരു ജാതിന്റെ ആളാക്കി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ. ജാതി പറയരുത്, ചോദിക്കരുത് എന്ന് പറഞ്ഞ ആളെ പിടിച്ചിട്ട് ജാതിന്റെ ആളാക്കി. അതെ, ഈഴവരാക്കിയത്. അപ്പോ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ ബഅദ മാ ജാഅഹുമുൽ ഇൽം ബഗയം ബൈൻ വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. എന്നോ വരാൻ പോകുന്ന ഒരു പരലോകം, എന്നോ ഉണ്ടാവാൻ പോകുന്ന ഒരു സ്വർഗം, അതിനും വേണ്ടി ഇപ്പൊ തന്നെ ഈ ലൈഫ് എന്തിനാണ് ഇങ്ങനെ ആക്കണെന്ന് ചോദിക്കുന്നവരോട് അള്ളാഹ് പറയാണ് ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹു വേഗം കണക്ക് നോക്കുന്നവനാണ്. നിങ്ങൾക്ക് അങ്ങ് തോന്നല്ലേ എന്നോ വരാൻ പോവുകയാണെന്നൊക്കെ? അങ്ങനെ എന്നോന്നല്ല, തൊട്ടടുത്ത സെക്കൻഡ്, അടുത്ത നിമിഷം. നിങ്ങൾക്ക് ജെമിനി ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുന്നതിന്റെ അത്രയും സമയം വേണ്ടെങ്കിൽ പരലോകത്തെത്താൻ. നമ്മൾ അതിനൊരു അസൈൻമെന്റ് കൊടുത്താൽ അത് നമ്മളോട് പറയാ 1 സെക്കൻഡ് എന്നാണ്. വെയിറ്റ് 1 സെക്കൻഡ്, 1 നിമിഷം കാത്തിരിക്കൂ. 1 നിമിഷം കഴിയുമ്പോഴത്തെ സാധനം ഉണ്ടാക്കി എത്തും. അതിനേക്കാളും വേഗം ആരെത്തും? പരലോകത്ത് നമ്മളെത്തും എന്നാണ്. അതുകൊണ്ട് വേഗം കണക്ക് നോക്കുന്നവനും വേഗം വിചാരണ ചെയ്യുന്നവനും ആണ് അള്ളാഹു എന്ന് മനസ്സിലായിക്കൊള്ളണം എന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും, വീട്ടിത്തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും, മരണസമയത്തെയും ഖബറിലെയും അദാബിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും, നമുക്ക് പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ സ്റ്റഡി നമ്മൾ കഴിഞ്ഞതിന്റെ ശേഷം എരക്കുളം താമസിച്ചിരുന്ന മുഹമ്മദ് കോയ സാഹിബ്, ഞാൻ അദ്ദേഹത്തിന് അസുഖം നടന്നപ്പോൾ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. 1-ലധികം പ്രാവശ്യം പോയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ പയ്യപ്പള്ളിയിൽ അബ്ദുറസാഖ് കഴിഞ്ഞ ദിവസം മരിച്ച